മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിലും പരിസരങ്ങളിലും തെരുവ് നായശല്യം രൂക്ഷമായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നായകളുടെ ആക്രമണങ്ങളിൽ പരിക്കേറ്റതോടെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. KMCTയുടെ മെഡിക്കൽ കോളേജും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മണാശ്ശേരി കോളേജും സ്കൂളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എത്തുന്ന മണാശ്ശേരി അങ്ങാടിയിലും പരിസരങ്ങളിലുമാണ് തെരുവ് നായശല്യം ജനജീവിതത്തിന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതികളും ചില വ്യക്തികൾ തെരുവ് നായകൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതും പതിവായതോടെയാണ് നൂറുകണക്കിന് തെരുവ് നായകൾ മണാശ്ശേരി അങ്ങാടി കൈയടക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. അതായത് ഒരു 10-30 നായ്ക്കളുടെ ഒരു യജമാനനായിട്ട് മാറുക എന്നുള്ള ഒരു മാനസിക വികാരം ഇവരെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ഈ ബാഗ് കൊട ആളുകളെ കടിക്കുന്നത് പ്രത്യക്ഷത്തിൽ അതിൽ ഒരു ദുഃഖം കാണിക്കുമെങ്കിലും അവരൊക്കെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്വഭാവമാണ് സത്യത്തിലുള്ളത്. ഇതാണ് ഇപ്പം മണാശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രശ്നം. മണാശ്ശേരി അങ്ങാടിയിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ രാത്രി 12 മണി ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നടന്നു പോകാനൊക്കെ വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഈ അങ്ങാടിയിൽ ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല, ഇവിടെ ഒരുപാട് KMCT ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെയുള്ള മാലിന്യ സംസ്കരണത്തിന് വേണ്ടത്ര ഒരു ഇത് ചെയ്യാത്തത് കാരണം ഈ തെരുവ് നായ്ക്കൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി വരാൻ പോണ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ നായ്ക്കളുടെ പ്രജനന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കന്നിമാസമാണ്. ഈ സമയത്ത് ഇവയിൽ ഹോർമോൺ ലെവലുകൾ അതായത് നായ്ക്കളിൽ ടെസ്റ്റോസ്റ്ററോണും പട്ടികളിലാണ് ഈസ്ട്രജൻ ലെവലും കൂടും. അപ്പോൾ ഈ കടിക്കുവാനുള്ള ടെൻഡൻസി കൂടും. ഇതിനകം തന്നെ 2 തെരുവ് നായകൾ അസ്വാഭാവികമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ചത്തത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. രാത്രിയും പകലെന്നുമില്ലാതെ അങ്ങാടിയിൽ വിഹരിക്കുന്ന നായകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ നിരവധി തവണ ആക്രമിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. രാത്രി കാലങ്ങളിൽ ഇവിടെ നമ്മൾ മണാശ്ശേരി നോക്കുകയാണെങ്കിൽ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് മണാശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ മണാശ്ശേരി എന്ന് വെച്ചാൽ രാത്രിയിൽ കുട്ടികളൊക്കെ ഡ്യൂട്ടിയും അതുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ അവർ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തു പോകുമ്പോഴൊക്കെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതിൽ നടന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ തെരുനായ അവരെ ഉപദ്രവിക്കാനും ഭയപ്പെടുത്താനൊക്കെ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മണാശ്ശേരി അങ്ങാടി തന്നെ ഒത്തിരി അപകടങ്ങൾ, കാരണം കാറ് തട്ടുക, നമ്മളൊക്കെ പേടിച്ചു പോകും. കാറ് നായനെ ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചവിട്ടും, പിന്നെ അത് വലിയൊരു അപകടത്തിലേക്ക് മാറുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്, നമ്പർ പ്ലേറ്റ് അടക്കം തെറിച്ചു പോയൊരവസ്ഥ. അതുപോലെ 2 വീലറുകാരെ ബുദ്ധിമുട്ടാവുന്നത്, 2 വീലറുകാർ തന്നെ നായ ക്രോസ് ചെയ്തിട്ട് ഒത്തിരി പേര് പല ആളുകൾ കേസുണ്ട്. അങ്ങനെ ചിലരൊക്കെ ഹോസ്പിറ്റലൈസ്ഡായി, അങ്ങനെ ചിലർ കുറേ മാസങ്ങൾ തന്നെ എടുത്തു അതിൻ്റെ റിക്കവർ ചെയ്ത് വരാൻ. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മണാശ്ശേരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കുറേ മാസങ്ങളായിട്ട്. പിന്നെ നൂറുകണക്കിന് വാടക വീടുകളും ഹോസ്റ്റലുകളുമെല്ലാമുള്ള മണാശ്ശേരിയിൽ ഇവിടെ നിന്നുള്ള ഭക്ഷണ മാലിന്യം റോഡിൽ തള്ളുന്നതാണ് നായശല്യം കൂടാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തെരുവ് നായശല്യം ജനജീവിതത്തിന് തന്നെ ഭീഷണിയായതോടെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ 4 കൗൺസിലർമാർ ഉൾപ്പെടെ പങ്കാളികളായ യോഗത്തിൽ നിരവധി നാട്ടുകാരാണ് പങ്കെടുത്തത്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറയുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.